നമ്മുടെ എല്ലാം ഹെഡ് ഓഫീസുകളിലേക്ക് നമ്മൾ മന്ത്ലി കൊടുക്കുന്ന ഇതുപോലെയുള്ള റിപ്പോർട്ട്സ് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 5 റിപ്പോർട്ടുണ്ട്. റിപ്പോർട്ട് 1, 2, 3, 4, 5. ഇത് ജനുവരി മാസത്തെ റിപ്പോർട്ടാണ്. ഇതുപോലെ നമുക്ക് ഈ ഒരു റിപ്പോർട്ട് എഡിറ്റ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും ഫെബ്രുവരി മാസം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മൾ ഈ ജനുവരി 2025 എന്നുള്ളത് ഓരോ റിപ്പോർട്ട് ഷീറ്റും എടുത്തിട്ട് എഡിറ്റ് ചെയ്യണം. ആദ്യമായിട്ട് നമ്മൾ നോർമലി എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമ്മളിവിടെ റിപ്പോർട്ട് 1 എടുക്കുന്നു. ഇവിടെ ഫെബ്രുവരി 2025 എന്ന് ടൈപ്പ് ചെയ്യുന്നു. റിപ്പോർട്ട് 2 എടുക്കുന്നു. ഫെബ്രുവരി 2025 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ടൈപ്പ് ചെയ്യുക. അപ്പോൾ എങ്ങനെ നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ അൺഡു ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് 1 മുതൽ 5 വരെ നമുക്ക് ജനുവരി 2025 ഉള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാം. നമ്മൾ വേണ്ട ഷീറ്റ് സെലക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ റിപ്പോർട്ട് 1 ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഏത് ഷീറ്റ് വരെയാണോ അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് 5 വരെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പം ഈ ഷീറ്റുകളെല്ലാം സെലക്ട് ആയതായിട്ട് കാണാം. ഇനി നമുക്കിവിടെ വേണ്ട സെല്ല് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണ്ട ഡാറ്റ അടിച്ചു കൊടുക്കാം. ഇവിടെ ഫെബ്രുവരി 2025 എന്നാണ്. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ എല്ലാ റിപ്പോർട്ടിലും ഫെബ്രുവരി 2025 എന്ന് വന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് മാത്രമല്ല ഫോർമാറ്റിങ്ങും കോളം വിഡ്ത്തും ഒക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമുക്കിവിടെ വേണ്ട ഷീറ്റ് ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ഈ കംപ്ലീറ്റഡ് എന്ന ഭാഗം ഫില്ലല്ല. അപ്പോൾ നമുക്ക് ഈ കോളം വിഡ്ത്ത് ഓരോ ഷീറ്റിലും അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പം ഇതിൽ ഓട്ടോമാറ്റിക് എല്ലാ ഷീറ്റിലും ആ കോളം വിഡ്ത്ത് അവിടെ വരുന്നതാണ്. അതുപോലെ നമുക്ക് എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു, യെല്ലോ കളർ കൊടുത്തു, അത് എല്ലാ റിപ്പോർട്ടിലും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എളുപ്പത്തിൽ നിങ്ങളുടെ മന്ത്ലി റിപ്പോർട്ട്സൊക്കെ അയക്കാൻ സാധിക്കും. അപ്പോൾ വ്യത്യസ്ത ഷീറ്റുകളിലുള്ള ഡാറ്റ ഒരുപോലെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെയുള്ള മറ്റ് വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക.